IPL-ന്റെ 18ാം സീസൺ ഒടുവിൽ പ്ലേ ഓഫിലേക്ക് കടന്നിരിക്കുകയാണ്. ഇനി കപ്പിനായി പോരടിക്കുന്നത് വെറും 4 ടീമുകൾ മാത്രം. ശേഷിച്ച 6 ഫ്രാഞ്ചൈസികളെയും അടുത്ത സീസണിലാണ് ഇനി കാണാനാവുക. ഈ സീസണിൽ എവിടെയൊക്കെയാണ് പിഴച്ചതെന്ന് മനസ്സിലാക്കി ശക്തമായൊരു തിരിച്ചുവരവ് നടത്തുകയായിരിക്കും 2026-ൽ ഈ ടീമുകളുടെ ലക്ഷ്യം. ഇത്തവണ ലീഗ് ഘട്ടത്തിൽ തന്നെ പുറത്തായ ടീമുകളെടുത്താൽ പല ഫ്രാഞ്ചൈസികളിലെയും ചില വമ്പൻ താരങ്ങൾക്ക് പ്രതീക്ഷിക്കാത്ത പ്രകടനം നടത്താൻ സാധിച്ചിട്ടില്ല എന്ന് നമുക്ക് കാണാം. ഇത്തരത്തിൽ ടൂർണമെന്റിൽ നിന്നും പുറത്തായി കഴിഞ്ഞ ടീമുകളിൽ നിന്നുള്ള പ്രമുഖ താരങ്ങളെ ഉൾപ്പെടുത്തി ഒരു ഫ്ലോപ്പ് 11 തിരഞ്ഞെടുക്കുകയാണെങ്കിൽ ആരൊക്കെയാവും ഇടം പിടിക്കുക എന്ന് നോക്കാം. ഓപ്പണിംഗ് ജോഡികളിൽ ഇവരൊക്കെയാണ്. ഫ്ലോപ്പ് 11ന്റെ ഓപ്പണിംഗ് ജോഡികൾ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിന്റെ സൗത്ത് ആഫ്രിക്കൻ താരം ക്വിന്റ് ഡിക്കോക്കും ഡൽഹി ക്യാപിറ്റൽസിന്റെ ഓസ്ട്രേലിയൻ താരം ജേക്ക് ഫ്രേസറുമാണ്. 2 താരങ്ങളും മറക്കാൻ ആഗ്രഹിക്കുന്ന IPL സീസൺ തന്നെയായിരിക്കും ഇത്. കഴിഞ്ഞ സീസണിലെ കണ്ടെത്തലുകളിൽ ഒരാളായിരുന്ന ജേക്ക് ഇത്തവണ ദയനീയ പരാജയമായി മാറി. വെറും 6 മത്സരങ്ങളിൽ മാത്രമേ താരത്തെ DC കളിപ്പിച്ചിരുന്നുള്ളൂ. 9.17 എന്ന ദയനീയ ശരാശരിയിൽ വെറും 55 റൺസ് മാത്രമേ ജേക്ക് നേടിയുള്ളൂ. ഇതോടെ അദ്ദേഹത്തെ പ്ലേയിങ് 11-ൽ നിന്നും DC പുറത്താക്കുകയും ചെയ്തു. ഡീകോക്കിന്റെ കാര്യമെടുത്താൽ വലിയ പ്രതീക്ഷയോടെയാണ് KKR അദ്ദേഹത്തെ മെഗാലയത്തിൽ വാങ്ങിയത്. പക്ഷേ ബാറ്റിംഗിൽ ഇടംകയ്യൻ ബാറ്റർ ദയനീയമായി പരാജയപ്പെട്ടു. 8 ഇന്നിംഗ്സുകളിൽ മാത്രമേ ഡീകോക്കിനെ KKR കളിപ്പിച്ചുള്ളൂ. 21.71 ശരാശരിയിൽ നേടിയത് വെറും 158 റൺസ് മാത്രമായിരുന്നു. രാജസ്ഥാൻ റോയൽസുമായുള്ള ആദ്യ കളിയിൽ 97 റൺസോടെ തുടക്കം ഗംഭീരമാക്കിയെങ്കിലും പിന്നീട് കളിച്ച ഒരു ഇന്നിംഗ്സിൽ പോലും 30+ റൺസ് നേടാൻ ഡീകോക്കിനായില്ല. അടുത്തത് മധ്യനിരയിലാണ്. IPL ഫ്ലോപ്പ് 11ന്റെ മധ്യനിരയിലുള്ളത് വെങ്കടേഷ് അയ്യർ, ഋഷഭ് പന്ത്, ദീപക് ഹൂഡ, നിതീഷ് കുമാർ റെഡ്ഡി, MS ധോണി എന്നിവരാണ്. ഈ 11നെ നയിക്കുന്നതും ഋഷഭ് പന്ത് തന്നെയാണ്. കഴിഞ്ഞ മെഗാലയത്തിൽ 23.75 കോടി എന്ന ഞെട്ടിക്കുന്ന തുകയ്ക്കാണ് വെങ്കടേഷിനെ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് തിരികെ വാങ്ങിയത്. പക്ഷേ ഇത്ര വലിയൊരു തുകയോട് നീതി പുലർത്താൻ അദ്ദേഹത്തിനായില്ല എന്നതാണ് കാര്യം. 7 ഇന്നിംഗ്സുകളിൽ നിന്നും 20.29 ശരാശരിയിൽ വെറും 142 റൺസ് മാത്രമേ വെങ്കടേഷ് നേടിയുള്ളൂ. SRH-നെതിരെ നേടിയ 60 റൺസ് മാറ്റി നിർത്തിയാൽ മറ്റൊരു മികച്ച ഇന്നിംഗ്സ് പോലും താരത്തിന് എടുത്തു കാണിക്കാനില്ല. ബൗളിംഗിൽ ഒരു ഓവർ പോലും അദ്ദേഹത്തെ KKR പരീക്ഷിച്ചതുമില്ല. 27 കോടി എന്ന ഓൾ ടൈം റെക്കോർഡ് തുകയ്ക്കാണ് ഋഷഭിനെ ലക്നൗ സൂപ്പർ ജെയിൻസ് വാങ്ങിയത്. RCBയുമായുള്ള അവസാന മത്സരത്തിൽ തകർപ്പൻ സെഞ്ചുറി കുറിച്ചെങ്കിലും ബാക്കിയുള്ള മത്സരങ്ങളിൽ ബാറ്റിംഗിൽ നനഞ്ഞ പടക്കമായി മാറി. 13 ഇന്നിംഗ്സുകളിൽ നിന്നും 24.45 ശരാശരിയിൽ 269 റൺസാണ് ഋഷഭിന്റെ സമ്പാദ്യം. ചെന്നൈ സൂപ്പർ കിങ്സിന്റെ ഭാഗമായ ഹൂഡയും ബാറ്റിംഗിൽ വൻ പരാജയമായി മാറി. 5 ഇന്നിംഗ്സുകളിൽ മാത്രമേ അദ്ദേഹത്തെ കളിപ്പിച്ചിട്ടുള്ളൂ. ഇവയിൽ ഒരു നല്ല ഇന്നിംഗ്സ് പോലും ഹൂഡ കളിച്ചതുമില്ല. 6.20 എന്ന ദയനീയ ശരാശരിയിൽ താരത്തിന് നേടാനായത് വെറും 31 റൺസ് മാത്രമാണ്. സൺറൈസേഴ്സ് ഹൈദരാബാദ് ഓൾറൗണ്ടർ നിതീഷും നിരാശപ്പെടുത്തി. 11 ഇന്നിംഗ്സുകളിൽ നിന്നും 22.75 ശരാശരിയിൽ 182 റൺസാണ് അദ്ദേഹം സ്കോർ ചെയ്തത്. ഇതിഹാസ താരം ധോണിയും ഇത്തവണ നിറം മങ്ങി. ബാറ്റിംഗിൽ പഴയ ഫോം പുറത്തെടുക്കാൻ അദ്ദേഹത്തിനായില്ല എന്ന് വേണം പറയാൻ. CSKക്കായി 13 ഇന്നിംഗ്സുകളിലാണ് ധോണി ബാറ്റ് ചെയ്തത്. 24.50 ശരാശരിയിൽ വെറും 196 റൺസ് മാത്രമേ ധോണി നേടിയുള്ളൂ. അടുത്തത് ബൗളിംഗ് ലൈനപ്പാണ്. ബൗളിംഗ് ലൈനപ്പിൽ മോഹിത് ശർമ്മ, മുഹമ്മദ് ഷമി, R അശ്വിൻ, തുഷാർ ദേശ്പാണ്ഡെ എന്നിവരും ഇടം നേടി. ഡൽഹി ക്യാപിറ്റൽസ് താരമായ മോഹിത്തിന് ബൗളിംഗിൽ യാതൊരു ഇമ്പാക്റ്റും ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല. 8 ഇന്നിംഗ്സുകളിൽ ബൗൾ ചെയ്ത അദ്ദേഹം വെറും 2 വിക്കറ്റ് മാത്രമാണ് വീഴ്ത്തിയത്. SRH താരമായ ഷമിക്ക് 9 ഇന്നിംഗ്സുകളിൽ നിന്നും ലഭിച്ചത് വെറും 6 വിക്കറ്റുകൾ മാത്രമായിരുന്നു. പഴയ തട്ടകമായ CSKയിലേക്ക് മടങ്ങിയെത്തിയ അശ്വിനും ഫ്ലോപ്പായി മാറി. 9 ഇന്നിംഗ്സിൽ അദ്ദേഹത്തിന് വീഴ്ത്താനായത് വെറും 7 വിക്കറ്റുകളാണ്. രാജസ്ഥാൻ റോയൽസിൽ തുഷാറും ദുരന്തമായി മാറി. 10 കളിയിൽ 9 വിക്കറ്റ് മാത്രമേ അദ്ദേഹത്തിന് ലഭിച്ചുള്ളൂ. അപ്പോൾ ലീഗ് ഘട്ടത്തിലെ ഫ്ലോപ്പ് 11 ഇവരൊക്കെയാണ്: ജേക്ക് ഫ്രേസർ, മഗ്യൂർക്ക്, ക്വിന്റൻ ഡീകോക്ക്, വെങ്കടേഷ് അയ്യർ, ഋഷഭ് പന്ത്, നിതീഷ് റെഡ്ഡി, ദീപക് ഹൂഡ, MS ധോണി, R അശ്വിൻ, മോഹിത് ശർമ്മ, മുഹമ്മദ് ഷമി, തുഷാർ ദേശ്പാണ്ഡെ എന്നിവർ.